ഇന്ന് ഞാനും കൂടെ ഗായത്രിക്കൊപ്പം ഒന്ന് എയറിൽ വന്നാലോ എന്ന് ആലോചിക്കാം. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. പ്രാക്ടീസ് വേണം. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. കൺമുന്നിൽ ഇത്രയും അധികം നാടകം അരങ്ങേറുമ്പോൾ ശില പോലെ ഇരുന്ന് മൗനാനുവാദം നൽകുന്നു രാജമാത. മനോഹരമായിരിക്കും. എന്നിട്ട് എയർ പോവാൻ നമുക്ക് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എയറിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് ഹിറ്റാവുക, വൈറലാവുക. പക്ഷെ ധ്യാൻ ചേട്ടനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് ആർക്കും പറ്റില്ല അതെ മക്കളെ. അതെ അതെ. എയറിൽ പോവാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്റെ അവരുത് പോവില്ലേ, പവർ പോവില്ലേ? ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്യല്ല കേട്ടോ ചേട്ടാ, ഞാൻ വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കുക. ഞാൻ ഫൈറ്റ് ചെയ്യില്ല ഗായത്രി. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ എയറിലായെന്ന് മനസ്സിലാവുമല്ലേ പറഞ്ഞു കഴിയുമ്പോൾ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ബൾബ് കത്തുന്നു, ഗായത്രി കുറച്ച് സമയം എടുക്കും. നിങ്ങളെല്ലാവരും ഒരേ രീതിയിലാണോ ചോദിക്കണേ? ഞാനത് വേറെ രീതിയിൽ പറയണോണ്ടാണോ? മനസ്സിലായോ? അല്ല അങ്ങനെയല്ല. അയ്യോ, അതിന്റെ ശരിക്കുള്ള അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ശരിക്കും ഒന്നും മനസ്സിലായില്ലല്ലേ? ഇപ്പോഴും പെട്ടെന്ന് ഉത്തരം പറയാൻ തന്നെയാണ് ചേട്ടാ എനിക്ക് ഇഷ്ടം. ധ്യാൻ ചേട്ടന്റെ വർത്താനം നമുക്ക് അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് അഹരം കൊള്ളിക്കണേ. നമ്മളിന്ന് എയറിൽ കയറാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ എയറിൽ കയറിയില്ല. അപ്പൊ എന്ന് എയറിൽ വരും? ഇത് എയറിൽ കയറും. മണ്ടത്തരമൊന്നും പറഞ്ഞില്ല ഗായത്രി, അത് എല്ലാം ബുദ്ധിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പോകുന്നു. ബൈ ബൈ. ഗായത്രി സുരേഷാണ് നമുക്കിപ്പോൾ. ഹായ് ഗായത്രി. ഹായ് ചേട്ടാ. ശരിക്കും ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് വന്നത് വൈറൽ ഗേളിനെ കാണാൻ വേണ്ടിയിട്ട് കൂടെയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോകുന്ന സ്വഭാവമുണ്ട്. ഇന്ന് ഞാനും കൂടെ ഗായത്രിക്കൊപ്പം ഒന്ന് എയറിൽ വന്നാലോ എന്ന് ആലോചിക്കുക. മോസ്റ്റ് വെൽക്കം ചേട്ടാ, മോസ്റ്റ് വെൽക്കം. തീർച്ചയായിട്ടും. എനിക്ക് ഇഷ്ടമാണ് കൂട്ടാളികൾ. ഇപ്പൊ എയറിൽ പോകുന്നത് അറിയാൻ പറ്റും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ എയറിലായെന്ന് മനസ്സിലാവുമല്ലേ പറഞ്ഞു കഴിയുമ്പോൾ. ബൾബ് കത്തുന്നു, ഗായത്രി കുറച്ച് സമയം എടുക്കും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണോ? ഇതെന്താണെന്നറിയോ ചേട്ടാ, ഇത് നിങ്ങൾ എന്ത് ഉദ്ദേശം, ഇന്റൻഷൻ, എന്ത് അർത്ഥത്തിൽ അത് ചോദിക്കണേ എന്നുള്ളത് എനിക്കൊരു പെർസെപ്ഷൻ കിട്ടൂലോ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് മാറും, വേറൊരു ആൻസർ ആവുമ്പോ നിങ്ങളുടെ ഇതായിട്ട് അത് മാച്ച് ആവുന്നില്ല. അങ്ങനെയാണ്. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും ഒരേ രീതിയിലാണോ ചോദിക്കണേ? ഞാനത് വേറെ രീതിയിൽ പറയണോണ്ടാണോ? മനസ്സിലായോ? അപ്പൊ ശരിക്കും ഒന്നും മനസ്സിലായില്ലല്ലേ? ശരിക്കും ഗായത്രി ഇപ്പോ എയറിലേക്ക് പോകുന്ന എൻജോയ് ചെയ്ത് തുടങ്ങി ഇല്ലേ? ഒരു പരിധി വരെ ഒരു പബ്ലിസിറ്റി ആണ്. ശരിക്കും ചോദിക്കട്ടെ, ഈ എയറിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ശരിക്കും ഒന്ന് ഹിറ്റാവുക, വൈറലാവുക. ഇത് രണ്ടും രണ്ട് രീതിയിൽ സംഭവിക്കും. ഈ വൈറലാവുന്നതിന് ട്രോള് മൂലം വൈറലാവുന്ന ഒരു സ്വഭാവമാണ് ഗായത്രിക്കുള്ളത്. അപ്പോൾ ട്രോളിൽ കയറി കഴിഞ്ഞാൽ അത് ശരിക്കും വേറൊരു ആംഗിളിലുള്ള എയറിംഗ് ആണ്. ഓക്കെ, അങ്ങനെ എയറിൽ പോകുന്ന ഒരാളാണ് ഗായത്രി. അതുകൊണ്ടാണ് എയറിൽ പോവാന്ന് പറയുന്നത്. എല്ലാ എയറിൽ തന്നെയാണ്. ഈ AR എന്ന് പറയുന്ന സാധനം നമ്മൾ പഴയ ആകാശവാണിയുടെ എയറിൽ തുടങ്ങിയതാ. പിന്നെ അത് ടെലികാസ്റ്റിംഗിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ അപ്ലോഡിങ്ങിലേക്ക് വന്നു. അപ്പോഴ് ഗായത്രി അപ്ലോഡിങ് കാലഘട്ടത്തിലുള്ള എയറിൽ പോകുന്ന ആളാണ് ഗായത്രി. അപ്ലോഡിംഗ് കാലഘട്ടത്തിലുള്ള എയറിൽ പോവാന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഒക്കെ വന്നത് ഇപ്പൊ അപ്ലോഡിംഗ് ആണല്ലോ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ അഭിരാമി സിനിമയിൽ ശരിക്കും വൈറൽ ഗേൾ ആണ് അല്ലേ? അങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ശരിക്കും ട്രെയിലർ കണ്ടു. അതായത് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. അപ്പൊ അങ്ങോര് ഭയങ്കര സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. അപ്പൊ അങ്ങോര് ഒരു ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, ഇദ്ദേഹം വളരെ വൈറലാവുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയാ മാറണേ എന്നുള്ളതാണ്. ഗായത്രി അറിഞ്ഞ് സെലക്ട് ചെയ്തതാണോ സംവിധായകൻ? ആന്നാ പറയണേ അല്ല, അതിന്റെ എൻ്റെ ഒരു ഡയലോഗും ഉണ്ട്. ഇത് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇതൊരു പബ്ലിസിറ്റി ആണല്ലേ. ഇപ്പൊ അങ്ങനെ കരുതുന്നില്ലേ ഗായത്രി? അങ്ങനെ പബ്ലിസിറ്റി കിട്ടിയിട്ട് എനിക്ക് അതൊന്നൊരു ഈഗോ ബൂസ്റ്റേജ് കിട്ടണം എന്ന് ഞാൻ വിചാരിക്കാറില്ല. അപ്പൊ അറ്റൻഷൻ, ഇപ്പൊ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യണ, സിനിമ ഇറക്കണത് എന്തിനാ? അറ്റൻഷന് വേണ്ടിയിട്ടല്ലേ? ഒരു വിഷയത്തെ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പൊ ആൾക്കാരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടണം, ആൾക്കാർ തിയേറ്ററിലേക്ക് കയറണം. അപ്പോ നമ്മൾ ചില കാര്യങ്ങൾ അറ്റൻഷന് വേണ്ടി തന്നെ ചെയ്യണം നമ്മള്. അപ്പൊ ഞാൻ ഈ പബ്ലിസിറ്റി കിട്ടിയിട്ട് ഞാൻ എന്തോ ഭയങ്കരാണ് എന്നുള്ള ഈഗോയിലിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഐ തിങ്ക് ഐ നീഡ് ടു ഡു സംതിങ് അങ്ങനെയൊക്കെ. പക്ഷെ കിട്ടുന്നത് ഗുണമാവുന്നുണ്ട് ഇല്ലേ? മുഖം രജിസ്റ്റർ ആവുന്നത് നല്ലതല്ലേ ഒരു അർത്ഥത്തിൽ? ഓഫ് കോഴ്സ് അതിനെ പോസിറ്റീവായിട്ടും കാണാം. പോസിറ്റീവായിട്ടും കാണാം. യെസ്. നെഗറ്റീവില് ഫോക്കസ് ചെയ്താൽ നമ്മുടെ പോക്ക് നടക്കില്ല, മുമ്പോട്ടുള്ള നടപ്പ് ശരിയാവില്ല. ഗായത്രിയും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, ധ്യാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എയറിൽ പോകാൻ മിടുക്കുള്ള ഒരാളാണ്. എയറിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഗായത്രി അറിയാതെയാണ് എയറിൽ പോകുന്നത്. ഇതിന്റെ ഗുണം ധ്യാനിന് തന്നെ ഗുണം കിട്ടും. ഗായത്രിയുടെ വീഡിയോസിന് കിട്ടുന്ന ട്രോളർമാർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. അല്ല, അതെ അതെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ധ്യാൻ ചേട്ടൻ എന്താ ചെയ്യണെന്ന് ധ്യാൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻസ് എടുത്ത്
പറയുക ചെയ്യണേ. എനിക്ക് പക്ഷെ ധ്യാൻ ചേട്ടനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് ആർക്കും പറ്റില്ല. അതെ 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 അതെ. ഇതിപ്പോ ഞാൻ എന്താ വെച്ചാൽ എന്നോട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ രീതിക്ക് ആൻസർ പറയുന്നു. സോ അത് ഞാനതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്ത് കണ്ടിട്ടായി പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ശരിക്കും എന്താന്ന് അറിയില്ലേ അതുകൊണ്ടാണോ അങ്ങനെ പറയാൻ. അങ്ങനെ ശരിക്കും അറിഞ്ഞു വെച്ചിട്ടല്ല. ചേട്ടപ്പ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നന്നായി സത്യസന്ധമായിട്ട് മറുപടി പറയുക എന്നുള്ളതാണ് ഞാനൊരു എൻ്റെ ഇന്റൻഷൻ. അതാണ് പ്യുവർ ഇന്റൻഷൻ. എനിക്ക് പ്യുവർ ഇന്റൻഷൻ ആണത്. വളരെ സിമ്പിൾ നോർമലായിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാനത് വളരെ തലയിലേക്ക് എടുത്തിട്ടല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നായിക എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ കേൾക്കുന്നത് വളരെ കാര്യമായിട്ടാണ്. അപ്പോൾ അതിനകത്ത് ട്രോളാനുള്ളതൊക്കെ അവർ ട്രോളും. അതാണ് ഒരു പ്രശ്നം. യെസ്. അല്ല ചേട്ടാ, സർട്ടൻ കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. റിയാലിറ്റിയുടെ അത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ പിന്നോട്ടേക്ക് പോകരുത്. ഓഫ് കോഴ്സ് 2 വർഷം മുമ്പ് എൻ്റെ ഭാഗത്തും കറക്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മറ്റേ സൈഡിൽ അതും ഉണ്ടാവും നമ്മൾ അറിയണം. പക്ഷെ ചെയ്യാതെ നമ്മൾ ചെയ്യണം. അത് തീർച്ചയായിട്ടും. ഇതിനൊക്കെ അഡ്വൈസ് ചെയ്യാൻ ഗായത്രിക്ക് ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ സുഹൃത്തുക്കൾ വളരെ കുറവായിട്ടുള്ള ഒരു സർക്കിളിലാണ് ഗായത്രി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഗായത്രി അത് പറയാറുമുണ്ട്. പക്ഷേ ഇതിന് ആരെങ്കിലുമൊക്കെ അഡ്വൈസ് ചെയ്യുമോ? ഇങ്ങനെയല്ല ഗായത്രി അത് പറയേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ചു പറയില്ലേ? അപ്പോൾ അത് കറക്റ്റ് ചെയ്യുമോ? മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്യുമോ? ഞാൻ സജഷൻസ് എടുക്കുന്ന ആളാണ്. ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെ വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് ശരിയാണല്ലോ, അത് ഞാൻ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. എനിക്ക് ഞാൻ എന്തായാലും കറക്ഷൻ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞു ഗായത്രി മര്യാദയ്ക്ക് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ എടുക്കാൻ മടിയുള്ള ആളൊന്നുമല്ല. പക്ഷെ മോസ്റ്റ്ലി ഞാൻ എന്നിൽ വിശ്വസിച്ച് നമ്മൾക്ക് നമ്മുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ജീവിക്കാൻ ആസ് ലോങ് ആസ് ഐ എം നോട്ട് ഹേർട്ടിങ് എനിബഡി ആൻഡ് ആസ് ലോങ് ആസ് എൻ്റെ കാര്യം നടക്കുന്നിടത്തോളം അത് ഗായത്രിയെ തന്നെ ഇരുന്നു കേട്ടോ. അത് മാറ്റിയൊന്നും വേണ്ട. ഗായത്രി ഇനിയിപ്പോൾ എയറിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും മാറ്റാൻ നിൽക്കില്ല. പക്ഷെ എന്തെങ്കിലും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കറക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സിനിമയിലേക്ക് വന്നാൽ ഇപ്പോൾ ജമുന പ്യാരി മെക്സിക്കൻ അപാരതയൊക്കെ കഴിഞ്ഞിട്ട് ബദൽ വരുമ്പോൾ ഗായത്രി വേറൊരു ആസ്പെക്റ്റിലാണ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബദലിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കാടും മലയൊക്കെ കയറി പോകുന്ന ഒരു പണിയും കൂടെ ചെയ്യണം. അപ്പോൾ ഗായത്രി അതുവരെ എൻജോയ് ചെയ്തിരുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കില്ല ബദലിൽ എൻജോയ് ചെയ്തേക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ജോണറിലുള്ള കഥയും കാര്യങ്ങളും ഒക്കെയാണ്. ആ സിനിമയൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡെപ്തും അതിൽ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടോ? ഒപ്പം ആ ഒരു സെറ്റും ഈ ബദലിലെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ കാടിനകത്താണ്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് കാരവാനൊന്നും കൊണ്ടുവന്നിടാൻ പറ്റില്ല. മലയൊക്കെ കയറി പോകണം. അത് വേറൊരു സ്ട്രഗിളും കൂടെയാണ്. അതൊരു മറ്റൊരു പാഠമല്ലേ ആ പടത്തിൻ്റെയൊക്കെ ഷൂട്ടിങ്? അതെ, നമ്മളെ നേച്ചർ കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആക്കി ബദൽ എന്ന് പറഞ്ഞ സിനിമ. അതിലൊരു സീനുണ്ട്, വലിയൊരു മലയുടെ മുകളിലേക്ക് ഞാൻ ഒരു കുട്ടീനെ എടുത്ത് കയറുന്ന ഒരു സീൻ. മല എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റീപ്പായിട്ടുള്ള മലയാണ്. അങ്ങനെ ഷൂട്ട് പലപ്പോഴും അങ്ങനത്തെ കാടുകളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിലത്ത് കിടക്കുമ്പോഴൊക്കെ നമുക്ക് പല ഇൻസെക്ട്സിനെയും എന്തൊക്കെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നേച്ചറായിട്ട് കുറച്ചുകൂടി അടുക്കാൻ പറ്റി. പിന്നെ നല്ലൊരു ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. ഒരുപാട് എക്സ്പാൻഡ് ചെയ്യേണ്ട, അതായത് അതിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ വെറുതെ സൂപ്പർഫിഷ്യലായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. അതായത് ഉള്ളിൽ നിന്ന് വരട്ടെ. അപ്പോൾ നമ്മളത് അങ്ങോട്ട് വരച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നല്ലൊരു വർക്കായിരുന്നു. ഈ ജമുന പ്യാരി കാണുന്ന സമയത്ത് ആ ഓട്ടോറിക്ഷ സീൻസ് ഷൂട്ട് ചെയ്യാൻ ഒത്തിരി നീളമുള്ള സീൻസ് ആണ്. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷ പടികൾ ഒക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യണം. അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൽ ഡിഫിക്കൽട്ടായിരുന്നു? അത് എൻജോയ് ചെയ്യായിരുന്നു ആ സമയത്ത്? ഗായത്രി എങ്ങനെയായിരുന്നു? ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം ഡയറക്ടർ സാർ എന്നോട് ദേഷ്യപ്പെട്ടു കുറച്ചൊക്കെ. കാരണം ഗായത്രി ചിരിക്കല്ല വേണ്ടത്. അതെ. ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട്, എനിക്ക് അങ്ങനെ ഒട്ടും പേടി ഉള്ളതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാനും ചാക്കോച്ചനായാലും വളരെയധികം എൻജോയ് ചെയ്തിട്ട് എനിക്കിതൊക്കെ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണത്, ആ മറ്റേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ വട്ടം തിരിയുണ്ട്. അപ്പൊ അവിടെ ഒരു മാറ്റ് ഇട്ടിട്ട് അതും ഇങ്ങനെ കയറ് പിടിച്ച് തിരിക്കുക. അപ്പൊ അതൊക്കെ എനിക്ക് വളരെ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒക്കെ എക്സൈറ്റ്മെന്റിലായിരുന്നു. ഈ മെക്സിക്കൻ അപാരതയിൽ ഇവളാരോ എന്ന് പറയുന്നത് സോങ് ഭയങ്കര രസമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഗായത്രി പാടുന്നത് ഞാൻ ഈ അടുത്തും കണ്ടായിരുന്നു. ഫാലിമിയിലെ പാട്ടില്ലേ, അതൊന്ന് പാടുമോ? എങ്കിൽ ഞാനൊരു കുഞ്ഞു സാധനവും കൂടെ ഗായത്രിക്ക് സംഭാവന ചെയ്യാം. ഓക്കെ, ഡൺ. ചിന്നത്തെ പൊരിക്കുഞ്ചലേ ചിരി കൊട്ടിത്താ തിരികെ
വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ, പണ്ട് പണ്ട് തട്ടിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ, ഇന്നത്തെ കണ്ണൂരുട്ടിക്കളി കാതു പൂട്ടിക്കളി എന്ന പോലെ, കളി ഊഞ്ഞാലിലെ തള്ളലിലാഞ്ഞു മേലേ ചെന്നു വരാന്ന് പാഞ്ഞു പാഞ്ഞു തേഞ്ഞു മാഞ്ഞു പോയ കാലമേ പിള്ളത്തനമേ നീ പള്ളിക്കൂടമാനേ, പിള്ളത്തനമേ നീ പള്ളിക്കൂടമാനേ. ഈ പ്രത്യേകതയുള്ളൊരു പാട്ടാണ്. ആ പാട്ട് പാടുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഗായത്രിയെ കൊണ്ട് പാടിപ്പിച്ചത്. അതിൽ മഴവില്ലിലെ വെള്ളയെ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോ നീ, ഇടി മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ വിള്ളലിൽ കണ്ടോ നീ എന്ന് പറയുന്ന 2 സ്ഥാനമുണ്ട്. മഴവില്ലില് വെള്ളയില്ല, പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് കറക്കിയിട്ട് വെള്ള ഉണ്ടാക്കാൻ പറ്റും. അപ്പം പമ്പരത്തിൽ ആ കളേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചുറ്റുന്ന സമയത്ത് വെള്ളയായി മാറും. അപ്പം മഴവില്ലില്ലാത്ത വെള്ളയെ ഈ കളറിൽ കാണും, പക്ഷേ അതൊരു നൊമ്പരവും കൂടെയാണ്. ആ നൊമ്പര പാച്ചിലാണ് കളർ കാണുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ ഇടി മിന്നൽ വെട്ടിയ ആ വെട്ടം നമ്മളിങ്ങനെ വരച്ച് കാണിക്കില്ലേ, ആ വെട്ടം നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ, അത്രയും സങ്കടമുണ്ട്. ആ വെട്ടം ഈ നെഞ്ചിലെ കീറലിൽ കണ്ടോ, ആ നൊമ്പരത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മോസിൻ പിരാരി മൂരി അങ്ങനെ എഴുതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഏറിൽ പോവാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറയാം, ഇപ്പൊ ചേട്ടൻ എന്നോട് ചോദിച്ചില്ലേ, അതിന്റെ ശരിക്കുള്ള അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലായി. ഏറിൽ പോവാന്ന് പറയുന്നത് എന്തുകൊണ്ട്? കണ്ടന്റ് വൈറലാവുമെന്ന് പറയുന്നത് സ്പെഷ്യൽ കണ്ടന്റ്സ് വന്നാലേ വൈറലാവുള്ളൂ. അപ്പൊ ഗായത്രി പറയുന്നത് സ്പെഷ്യൽ ആവുന്നത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ചിലതൊക്കെ മണ്ടത്തരമായിട്ട് തോന്നാം, ഇല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തതായിട്ട് തോന്നാം. അപ്പം ഗായത്രി ആണെങ്കിൽ ഇത് വളരെ ധൈര്യസമേതം പറയുകയും എന്നാൽ അതിൻ്റെ ഒരു ചമ്മലില്ലാതെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ശരിക്കും അത് ചമ്മലില്ലാത്തത് കൊണ്ടാണ് ഗായത്രിയെ ഞാൻ ബഹുമാനിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും വെച്ചിട്ട് എന്നെ തോപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്ന് പറയുന്നൊരു സാധനമില്ലേ, അത് ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഈ ഗായത്രി അത്യാവശ്യം അഭിനയം പഠിക്കാനും കൂടെ ആഗ്രഹിക്കുന്ന ആളാണ്, ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലും വർക്ക്ഷോപ്സിലൊക്കെ സത്യത്തിൽ കാര്യമായിട്ട് പങ്കെടുക്കുന്നുണ്ടോ? ഇതൊക്കെ വർക്ക്ഷോപ്സ് അല്ലേ? ആ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. എനിക്ക് ഇതിനെക്കാട്ടും വലിയ വർക്ക്ഷോപ്പ് എനിക്ക് കിട്ടാനില്ല. ബിക്കോസ് എനിക്ക് അത്രയും ഇത് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് എന്നിൽ തന്നെ റൂട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ചുറ്റും തന്നെ കിട്ടുന്നുണ്ട്. സോ ഐ എം കീപ്പിംഗ് ഓൺ ഷാർപ്പനിങ് മൈ എബിലിറ്റീസ് എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ ഒരു ടെക്നിക്കാലിറ്റീസ് നോക്കണമെങ്കിൽ എനിക്ക് പഠിക്കാവുന്നതാണ്, എനിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ. പക്ഷെ ഞാൻ അങ്ങനെ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഈ തെലുങ്ക് സിനിമയിൽ നിരന്തരമായി ഗായത്രി ഉപയോഗിക്കുന്നതും ഗായത്രി അതിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ ഇൻഡസ്ട്രിയും കൂടെയാണ്. അവിടെ ഗായത്രി ഇല്ലെങ്കിലും പോവും. പക്ഷെ എന്തുകൊണ്ട് ഗായത്രി ഉപയോഗിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഗായത്രി അവിടെ എത്തി ഇങ്ങനെ നിരന്തരമായി സിനിമകൾ ചെയ്യാൻ കഴിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ഒരല്പസമയം ആലോചിക്കാൻ കൊടുക്കണേ. അങ്ങനെ ചോദിച്ചാൽ ചേട്ടാ മേ ബി അറിയില്ല, എന്തോ ഇഷ്ടം, എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ വളരെ നന്നായിട്ട് സിങ്കായി. ഫസ്റ്റ് സിനിമേനെ നന്നായിട്ട് വന്നു. അപ്പൊ അതിന്റെ നായകൻ തന്നെ രണ്ടാമത്തെ സിനിമയിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ വന്നു. പിന്നെ എന്റെ മാനേജർ എന്നെ മൂന്നാമത്തെ സിനിമയിലേക്ക് റെഫർ ചെയ്തു. അപ്പൊ അതങ്ങനെ പോയി എല്ലാത്തിലും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും കുറച്ച് ഡ്രമാറ്റിക് അങ്ങനത്തെ ഒരാളാണ്. തെലുഗു സിനിമയും കുറച്ച് ഡ്രമാറ്റിക് പെർഫോമൻസ്, അങ്ങനെ ഒരു പെർഫോമർ അല്ലേ കുറച്ച്. അപ്പൊ എനിക്ക് അതായിരിക്കണം എന്നാ തോന്നണം. ഇവിടെ കുറച്ചുകൂടി റിയലിസം ആവശ്യമുള്ള സിനിമകളാണ്. അവിടെ കുറച്ചുകൂടി നമുക്ക് ഡ്രാമ ഇൻവോൾവ് ചെയ്യാലോ, അതായിരിക്കാം. ഈ ദേവസേനയൊക്കെ ചെയ്യുന്ന ആഗ്രഹിച്ചത് ഒരു ഡ്രാമ കൂടെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണോ? അല്ല, ദേവസേനയുടെ ഡയലോഗ് ഞാൻ ഇന്ന് വരുമ്പോ കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കാണുന്ന സിനിമകളാണ് ബാഹുബലി 1ഉം 2ഉം. അതിൽ ചില ഡയലോഗ്സ് കേട്ട് ഞാൻ തന്നെ ഇൻസ്പിറേഷൻ കൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് കരയും. എനിക്ക് ഭയങ്കര ദേവസേനയുടെ മലയാളം ഡയലോഗ്സ് ഉണ്ടല്ലോ, എന്താ പറയാ, കൺമുന്നിൽ ഇത്രയും അധികം നാടകം അരങ്ങേറുമ്പോൾ ശില പോലെ ഇരുന്ന് മൗനാനുവാദം നൽകുന്നു രാജമാത. അതൊക്കെ കാണുമ്പോ ദൈവമേ, അത് കുറച്ചുകൂടെ മുകളിൽ പിടിച്ചാലോ? ആ ഡയലോഗ് കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ആയിട്ട് പിടിച്ചാലോ? അത് ശിവഗാമി ദേവിയുടെ ഡയലോഗ് പറയാ. എന്താ പറയാ, രാജാവാനുള്ള യോഗ്യത തൻ്റെ പോരാളികൾ എത്ര പേരെ കൊന്നു എന്നല്ല, എത്ര പേരെ രക്ഷിച്ചു എന്നുള്ളതാണ്. പോരിൽ പൽവാൽ ദേവൻ ശത്രുക്കളെ വധിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തിയിരുന്നത്. എന്നാൽ ബാഹുബലി ഒരു കൈകൊണ്ട് ശത്രുക്കളെ സംഹരിച്ചു, മറ്റൊരു കൈകൊണ്ട് നമ്മളെ പ്രജകളെ രക്ഷിച്ചു. അതാണ് ഒരു യുദ്ധവീരനും രാജാവും തമ്മിലുള്ള വ്യത്യാസം. 100 പേരെ കൊല്ലുന്നവൻ വീരൻ തന്നെ, ഒരൊറ്റ ജീവനെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവൻ ഈശ്വരന് സമമാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ഞാൻ
അത് ആവർത്തിച്ച് കേൾക്കുമ്പോഴും നമുക്ക് രസമായിട്ട് തന്നെ അതെ അനുഭവപ്പെടും. അതെ അതെ. അപ്പൊ ഇവരൊക്കെയാണ് എന്റെ മെയിൻ കമ്പാനിയൻസ് എന്ന് പറയുന്നത്. ഈ ഗായത്രി ശരിക്കും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ, ഇല്ലേ? അപ്പൊ ഏതൊക്കെ മോഡുലേഷനിൽ സംസാരിക്കും? ഭയങ്കര സെന്റിമെന്റ്സിൽ സംസാരിക്കും? കുറച്ചുകൂടി നാടകീയമായിട്ടാണ്. ആ, കണ്ണാടിയുടെ മുമ്പിൽ. പിന്നെ കാർ ഓടിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഡ്രൈവിനൊക്കെ പോണ ആളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂവിൽ എന്താ പറയണ്ടേന്ന് സംസാരിച്ച് നോക്കാറുണ്ട്. ഓരോ ഡയലോഗ് ഞാൻ പറയാൻ നോക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിലത്തെ ഓരോ സിറ്റുവേഷൻസിന് തന്നെ ഞാൻ എങ്ങനെ മറുപടി പറയും എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കും. ഉപദേശിക്കുകയോ ചെയ്യോ? നിനക്ക് നന്നായിക്കൂടെ എന്നൊക്കെ ചോദിക്കും? ആ, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ എന്താ ഗായത്രി ചെയ്യണേ, എവിടെ തെറ്റുപറ്റിയത്, അവിടെ എന്താണ്, അങ്ങനെ കോൺവെർസേഷൻ ഒന്ന് പറയാവോ, ഇമിറ്റേറ്റ് ചെയ്യാവോ? അത് എന്താ വെച്ചാല് ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളില് അല്ല അങ്ങനെയല്ല, അയ്യോ അല്ല അങ്ങനെയല്ല, അതല്ല കേട്ടെ. അപ്പൊ എന്റെ ഇത് പോവില്ലേ, പവർ പോവില്ലേ? ഓ, അതിലാണ് വിശ്വാസം ഉള്ളത്. അല്ല, നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്, പക്ഷെ അത് ഉള്ളിൽ ഒരു നറേഷൻ രൂപത്തിലായിരിക്കില്ല, ഒരു ഡ്രാമ പോലെ ആയിരിക്കില്ല. ഗായത്രിയുടെ ഇത് രണ്ടുപേരുണ്ടാവോ? എങ്ങനെയാ ഗായത്രി അയാളോട് ചൂണ്ടി സംസാരിക്കുക, കണ്ണാടി നോക്കി സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കുമോ? അല്ലല്ല, ഞാൻ ഈ ഡ്രൈവ് ചെയ്യണ സമയത്തൊക്കെയാണ് ഞാൻ സംസാരിക്കുക. അത് കുറച്ചുകൂടെ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇതിന്റെ അൾട്ടിമേറ്റ് എത്തിയിട്ടുണ്ട്, ഇനി നീ അടുത്ത സ്റ്റെപ്പ് എടുത്തേ പറ്റുള്ളൂ, എന്നാലേ നിനക്ക് മുന്നോട്ട് പോകാൻ, അങ്ങനെയൊക്കെ. ഇതിന്റെ സ്റ്റാഗ്നന്റ് ലെവൽ എത്തിക്കഴിഞ്ഞു, ഇതിന്റെ അൾട്ടിമേറ്റ് എത്തി, ഇനി അടുത്തേക്ക് നമുക്ക് പോകണം, അങ്ങനെയൊക്കെ. ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ആലോചിച്ച് സംസാരിക്കും ഇല്ലേ? ഓരോ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോഴും കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം വർത്താനം പറയുമോ, അതേ പെട്ടെന്ന് തന്നെ ഉത്തരം വരുമോ? ഇപ്പോഴും പെട്ടെന്ന് ഉത്തരം പറയാൻ തന്നെയാ ചേട്ടാ എനിക്ക് ഇഷ്ടം. അതാണല്ലോ കുറച്ചുകൂടി നമ്മുടെ ആൻസേഴ്സിനെ ഭയങ്കര ഭംഗിയാക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് വളരെ ഇന്റലക്ച്വൽ ആയിട്ട്, ഈ പറഞ്ഞ പോലെ ധ്യാൻ ചേട്ടന്റെ വർത്താനം നമുക്ക് അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് അഹരം കൊള്ളിക്കണേ. അദ്ദേഹം ഒന്നും അങ്ങനെ ഭയങ്കര ഇങ്ങനെ പറയല്ലേ, നമ്മളിങ്ങനെ ആലോചിച്ച് വർത്താനം പറയുമ്പോൾ അതൊരു റെഡിമെയ്ഡ് റോബോട്ടിക് ആൻസർ ആണല്ലോ. പക്ഷെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഉള്ളു പ്യുവറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേടിക്കാതെ ഒക്കെ സംസാരിക്കാൻ പറ്റും. കാരണം വരുന്നതും അത്രയും പ്രശ്നമുള്ള കാര്യങ്ങളാവില്ല എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ ഇന്റർവ്യൂവിന് മുമ്പ് ഞാനൊരു എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഗായത്രി ഞെട്ടി. പൊതുവിൽ അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടായിരിക്കും ഗായത്രി? കണ്ടിട്ടുണ്ട്, എങ്കിലും ആ ഒരു ആണോ എന്ന് എൻ്റെ അടുത്ത് എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്? എങ്ങനെയാണ് താങ്കൾ ഫംഗ്ഷൻ ചെയ്യണേന്ന്? അങ്ങനെ ഗായത്രി ഉദ്ദേശിക്കുന്നത്, ഗായത്രിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എത്തീസ്റ്റുകൾ എന്താണ് വിശ്വസിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ല, അത്തരം ഒരു വിശ്വാസം ഇല്ലാത്തവരല്ലേ എത്തീസ്റ്റുകൾ? അതല്ല, അപ്പൊ ചേട്ടൻ ഫംഗ്ഷൻ ചെയ്യല്ലോ ഡെയിലി ലൈഫില്, അതെങ്ങനെയാണ്? അത് എന്തിലെങ്കിലും ഒരു വിശ്വാസം വേണമെന്നാണ് ഗായത്രി വിശ്വസിക്കുന്നത്. ചേട്ടനിപ്പോ ഒരു കാര്യം, ഗായത്രി എന്റെ ഒരു ചോദ്യം ചോദിക്കുമോ എന്താണെന്നുള്ളത്? ഗായത്രിയുടെ ഒരു അവസരമാണിത്. ഇപ്പൊ ചേട്ടൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, എന്തിന്റെ ബേസിസിലാണ് അത് ചെയ്യുക? അതാ കാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഗായത്രി ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നു, എനിക്ക് ഗായത്രി ഇന്റർവ്യൂ ചെയ്യണം, അപ്പൊ ഇന്റർവ്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക, നമ്മൾ വരിക, അപ്പുറത്തേക്ക് എന്താണ് അതിനകത്ത്? ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാട്ട് ഈസ് ദ ഹൈ ദാറ്റ് വി ഗെറ്റ്, അങ്ങനെ അല്ല, അത് ഗായത്രി ഇന്റർവ്യൂ എങ്ങനെയാണ് ആൾക്കാർ എടുക്കുക? ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർ സിനിമ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൈ കിട്ടും. അതിനപ്പുറത്തേക്ക് എന്താ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. എനിക്കും മനസ്സിലായിട്ടില്ല ചേട്ടാ. പക്ഷെ എനിക്ക് ഇതാണ്, എന്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നത്, എവിടുന്നാണ് നിങ്ങളുടെ ആക്ഷൻസിന്റെ ഉറവിടം? അങ്ങനെ ഒരു സംഗതി വേണോ? ഒരു പ്രത്യേകിച്ച് ഒരു ഉറവിടമൊക്കെ വേണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയില്ല. ടോവിനോ ഇടയ്ക്ക് പറഞ്ഞൊരു സെന്റൻസ് ഞാൻ പറയാം. ടോവിനോയുടെ അടുത്ത് ഒരു സിനിമയിൽ, പ്രഭുവിന്റെ മക്കൾ സിനിമയിൽ ചോദിക്കുന്ന ഒരു ഡയലോഗ്, ക്യാരക്ടറിന്റെ ഡയലോഗാണ് ടോവിനോ എടുത്ത് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ടോവിനോ തിരിച്ചു പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത്, നിങ്ങൾ 99% നിരീശ്വരവാദി, ഞാൻ 100% നിരീശ്വരവാദി എന്നാണ് ടോവിനോ എടുത്ത് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവരൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, ബാക്കി എല്ലാ ദൈവങ്ങളെയും തള്ളിക്കളയുന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളെയും തള്ളിക്കളയുന്നു, ആ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും മനസ്സിലായോ? അത് മനസ്സിലായില്ലേ? ഓക്കെ. അതിൽ വേറെ ചോദ്യങ്ങളുണ്ടോ, സംശയമുണ്ടോ? അപ്പൊ നമുക്ക് തിരിച്ച് ഗായത്രിയിലേക്ക് വരാം. ഈ ആക്ടിങ് എന്ന് പറയുന്ന സാധനത്തെ ചില സമയത്ത് കാര്യമായി എടുക്കുന്നതായിട്ട് തോന്നുന്നതാണ് ഈ ബദൽ പോലെയുള്ള സിനിമകളൊക്കെ. ഇപ്പോൾ അഭിരാമി ചെയ്യുന്ന സമയത്ത് ഒരു എന്റർടൈൻമെന്റ് സ്വഭാവമുള്ള ഒരു സിനിമയാണ്, കാര്യമായിട്ടുള്ള കഥകളായിരിക്കില്ല പറയുക, പക്ഷേ രസമുള്ള സിനിമയാണ്. ഈ ഏത് ചെയ്യുമ്പോഴത്തേക്കും ഒരു രസം ഉണ്ടാവും, സന്തോഷം കിട്ടും അത് വിജയിക്കുമ്പോഴൊക്കെ. പക്ഷെ എങ്കിലും ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമ ചെയ്യണം, എന്താ പറയാ, ബൈ ആൻഡ് ബൈ എനിക്ക് ആക്ടിങ് ഒരു എഫേർട്ടായി തുടങ്ങി, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. വേറെ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ബൈ ആൻഡ് ബൈ അത് ഈശ്വരദേവം ഈ സീൻ എനിക്കൊന്ന് അഭിനയിച്ച് തീർക്കണല്ലോ എന്നായി. ഞാൻ അത് എങ്ങനെ അഭിനയിക്കുന്നൊക്കെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ
എനിക്കതൊരു പ്രശ്നമായി തുടങ്ങി. അപ്പൊ ചേട്ടൻ എന്താ ചോദിച്ചത്? അത് ഏത് തരത്തിലുള്ളതാണ് കൂടുതൽ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഹൈ കിട്ടുന്നത് ഏതിലായിരിക്കും നമ്മൾ ഇത് ചൂസ് ചെയ്യുന്ന സിനിമകളിൽ? ഇപ്പോൾ വിജയിക്കുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും, അതർവൈസ് നമ്മൾ അഭിനയിച്ചു കഴിയുമ്പോൾ കൊള്ളാം. ഏത് റോളാണെങ്കിലും ചേട്ടാ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്നിൽ നിന്ന് ഒന്ന് പെർഫോം ചെയ്താൽ മതി. എനിക്ക് എഫേർട്ട് പോലെ തോന്നരുത് ആക്ടിങ്. അതാണ് എൻ്റെ ഒരു കാര്യം. അത് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബിഹേവിയർ ആണ് ഗായത്രി ഉദ്ദേശിക്കുന്നത്. ബിഹേവ് ചെയ്താൽ മതി. അത് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വരണം. അത് ഭയങ്കര പ്രാക്ടീസ് വേണ്ടേ? പ്രാക്ടീസ് വേണം. ഭയങ്കര ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ, അത് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു ജോബ് വേറെ ഉണ്ടാവില്ല. അങ്ങനെ അപ്പൊ ഈ സ്ലാങ് ഒക്കെ മാറ്റി പിടിക്കുമ്പോൾ റിസ്ക് ഉണ്ടാവില്ലേ? എന്ത്? അപ്പോൾ തൃശ്ശൂർ സ്ലാങ് പൊതുവിൽ ഉപയോഗിക്കുന്നത് മാറ്റി പിടിച്ചിട്ടും മറ്റൊരു സ്ലാങ് ആണ് ആ ക്യാരക്ടർ പറയുന്നതെങ്കിൽ നമ്മൾ കുറച്ചൊരു ആ സ്ലാങ്ങിന്റെ ഒരു സാധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എഫർട്ട് എടുക്കും. അതൊക്കെ എടുക്കും. അങ്ങനത്തെ എഫേർട്ട് അല്ല ചേട്ടാ, അങ്ങനെയല്ല. ഇപ്പൊ ഒരു സീൻ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് എഫേർട്ടായിട്ട് തോന്നരുത്, ചുമ്മാ കൂളായിട്ട് വരണം. ഭയങ്കര ജോലിയല്ലേ അത്? ഭയങ്കര പ്രശ്നമാണ്. അതല്ലേ വലിയ ജോലി. മറ്റേതൊക്കെ എനിക്ക് ഓക്കെ, ഇത് പഠിച്ചിട്ട് കുഴപ്പമില്ല. ഡയലോഗ് ഒക്കെ പഠിക്കുന്ന കാര്യത്തിൽ അതൊന്നുമില്ല. പഠിപ്പിസ്റ്റ് ആയിരുന്നു അല്ലേ ശരിക്കും? പഠിപ്പിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നന്നായി പഠിക്കുമായിരുന്നു. പഠിപ്പിസ്റ്റ് അല്ല, അങ്ങനെ ഭയങ്കര എന്താ അതിനെ പറയാ, നേർഡി അല്ല, നേർഡി ആയിരുന്നില്ല. എങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അതെ അതെ. ഈ ലൈഫിലെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കുക എന്നുള്ളത് പാടാണ്. ആദ്യത്തെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സ്റ്റാർട്ടാണ് കിട്ടിയത്. ആ പടവും നന്നായിരുന്നു. ക്യാരക്ടർ പാറുവിനെ എല്ലാവരും, പാർവതി എല്ലാവരും ഇപ്പോഴും എന്ന് വെച്ചാൽ കുഞ്ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന വാസൂട്ടൻ്റെ പാറുവായിട്ട് എന്നെ കണ്ടു. അത് ആൾക്കാരുടെ മനസ്സിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതിനുശേഷം വന്നിട്ട് ഇപ്പൊ മെക്സിക്കൻ അപാരതയിലൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരുന്നു. സിനിമ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് വരുമ്പോഴത്തേക്ക് തെലുങ്കുലൊക്കെ വലിയ സ്റ്റാർ ആവുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫ് പുലർത്താൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഒരു ആലോചന ഉണ്ടോ? ഉണ്ട്. അത് പക്ഷേ ചേട്ടാ എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഈ പറഞ്ഞ ഒരുപാട് ഉഴപ്പിയിട്ടുണ്ട്. എനിക്കിനെ കരിയറിനെ ഭയങ്കര, ഇപ്പൊ കുറെ ആക്ടേഴ്സ് ഒക്കെ കരിയറിനെ എന്താ അവരുടെ ഭയങ്കര അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് കുറേ വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കരിയറിൽ അത് പ്രതിഫലിക്കുമല്ലോ. പിന്നെയാണ് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതന്നെയാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് മനസ്സിലായി എനിക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അഭിരാമിയുടെ കുറച്ച് ഭാഗങ്ങൾ ട്രെയിലർ, കുറച്ച് ലെങ്ത് ഉള്ള ട്രെയിലറാണ്, ഞാൻ കണ്ടു. രസമുള്ളതാണ്. ഏതൊക്കെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്? ഡബ് ചെയ്തപ്പോൾ മാത്രമേ സിനിമ കണ്ടോളൂ, അല്ലാതെ സിനിമ കണ്ടോ? എങ്ങനെയുണ്ട് സിനിമയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ? എന്റർടൈൻമെന്റ് സിനിമയുണ്ട് തന്നെ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. എപ്പോഴും എന്റർടൈൻമെന്റ് നല്ലതാണല്ലോ ചേട്ടാ. അപ്പോൾ OTT വന്നാൽ പോലും ആൾക്കാർ എടുത്തൊന്ന് കാണും, ചിലപ്പോൾ ഒന്നുകൂടി 2-3 പ്രാവശ്യം കാണാനും ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു കളർ പടമാണ്. കളർ പടമാണ്. പിന്നെ ദുബായ് ആയതുകൊണ്ട് നല്ല ഫ്രെയിംസും ഉണ്ട്, അങ്ങനെ ബ്യൂട്ടിഫുൾ കളർഫുൾ ഫ്രെയിംസ്. ദുബായ് പോഷാണല്ലോ. അങ്ങനെ നമ്മൾ ഇന്ന് എയറിൽ കയറാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ എയറിൽ കയറിയില്ല. അപ്പോൾ എന്ന് എയറിൽ വരും? ഈ ഗായത്രി എന്നായിരിക്കും അടുത്ത എയറിൽ വരിക? അത് എനിക്ക് ഇനി ബുദ്ധിമുട്ടാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഇത് എയറിൽ കയറും. ഇത് എയറിൽ കയറാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല, മണ്ടത്തരമൊന്നും പറഞ്ഞില്ല ഗായത്രി. എങ്കിലും എയറിൽ കയറുമോ? ഇല്ല, എല്ലാം ബുദ്ധിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതെയോ? ഓ മൈ ഗോഡ്, താങ്ക് ഗോഡ്. അവർക്ക് ഇംപ്രൂവ്മെന്റ് ഇല്ലേ? ട്രോളർമാരെ നിങ്ങൾക്കുള്ളതൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അഭിരാമി സിനിമ എല്ലാവരും പോയി കാണുക. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ ഒരുപാട് ഇന്റർവ്യൂസ്, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ഒക്കെ ഒരുപാട് കാണാറുള്ളതാണ്. സോ താങ്കളുടെ കൂടെ എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി. എനിക്ക് ഗായത്രിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങനെ അല്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ആ കോൺട്രാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വന്നതാ. സമയക്കുറവിൽ അത്ര വന്നിട്ടില്ല, ചെറുതായിട്ടൊക്കെ പ്രതിഭയുടെ മില്ലനാട്ടം വന്നിട്ട് അങ്ങ് പോയി. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അതിന്റെ ഗായത്രിയുടെ കൂടെ എയറിലാവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാവട്ടെ. ഹിറ്റാവട്ടെ. അതിന്റെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഗായത്രി പറയുന്നത് വൈറലാവട്ടെ. താങ്ക് യു.